ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഒരുപാട് ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരു 3 കൊല്ലത്തിന് ശേഷം വീണ്ടും വ്ളോഗിലേക്ക് തിരിച്ചു വരികയാണ്. വ്ളോഗിലേക്ക് തിരിച്ചു വരാന്ന് പറയുമ്പം പുതിയ വ്ളോഗോ കാര്യങ്ങളോ ഒന്നല്ല. 3 കൊല്ലത്തിന് മുന്നേ നമ്മളൊന്ന് ദുബായിലേക്ക് പോയിരുന്നു. അവിടെ തുടങ്ങി വെച്ചൊരു വ്ളോഗ് ഉണ്ടായിരുന്നു. ആ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാണ്ട് വീഡിയോ എഡിറ്റർ അവിടെ ഇട്ട് വെച്ച്. ആ വീഡിയോ എഡിറ്റർ ആരാ? ഞാൻ തന്നെയാണ്. ഓക്കെ. അപ്പം അന്ന് എടുത്ത സമയത്ത് പല കാര്യങ്ങളും, ചില വ്ളോഗിന് എൻഡ് ഇല്ല, ചില വ്ളോഗിന് സ്റ്റാർട്ടിങ് ഇല്ല, അങ്ങനെ ഫുൾ തിരക്കും കാര്യങ്ങളായിട്ട് വ്ളോഗ് പകുതിക്ക് അവിടെ ഇട്ട് വെച്ചു. അപ്പം ഈ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എടുത്ത് വെച്ചിട്ടുള്ള വ്ളോഗ് ഉണ്ട്. ഒരുപാട് നല്ല മൊമെന്റ്സും കുറേ ചിരിക്കാനും കാര്യങ്ങളുള്ള ഒരു അടിപൊളി സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത് വെറുതെ ഇങ്ങനെ ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് സാധനങ്ങൾ കിട്ടി. അപ്പം അന്നത്തെ വ്ളോഗ് കംപ്ലീറ്റ്ലി ഒരൊറ്റ വ്ളോഗ് ആക്കിയിട്ട് ഫൈനൽ ദുബായ് വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഒരു മെയിൻ ഡിസ്ക്ലെയിമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയും വാലും ഒന്നുമില്ല. അതായത് എവിടുന്നും തുടങ്ങി എവിടുന്ന് എൻഡായി അങ്ങനെ ഒന്നുമില്ല. മൊത്തം കൂട്ടിയിട്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഒപ്പരാക്കിക്കണേ. ജസ്റ്റ് ചിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നല്ല റോ മൊമെന്റ്സ് ആണ്. എഡിറ്റ് ഒന്നും വരുത്തിയിട്ടില്ല. കട്ട് കാര്യങ്ങളൊക്കെ അതിൽ നാച്ചുറലി നമ്മൾ കട്ട് ചെയ്തത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് ഒരു എഡിറ്റും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പം പിന്നെ ഇപ്പൊ GCTPയുടെ വ്ളോഗാണ്. അപ്പൊ അന്നത്തെ GCTP വെച്ച് 3 കൊല്ലം മുന്നേ ഉള്ള അന്നത്തെ GCTP വെച്ച് ഇന്നത്തെ GCTPയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, കാരണം ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആരും അങ്ങനെ ഒന്നും നോക്കി കാണരുത്. അതൊരു വലിയ ഹ്യൂജ് ഡിസ്ക്ലെയിമർ ആണ്. അപ്പം എന്തായാലും കണ്ടുവരാം. ഇനി ഇൻ ഫ്യൂച്ചർ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇൻ ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ മെന്റേഴ്സിനോടോ അല്ലെങ്കിൽ ഡു കമന്റ്. അപ്പം കണ്ടുവരാം. അള്ളാഹു തന്നൊരു ഡബ്ബറും വിശന്ന് വലിഞ്ഞ അവശനായ കേടുന്ന് മുട്ടായി കിട്ടി ഗൈസ്. ഒന്നും പറയാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു ലോങ് ട്രാവലിന് ശേഷം ദുബായ് മാളിൽ നിന്ന് നമ്മൾ അജ്മാനിലെത്തി. അജ്മാനിൽ യാക്കൂബ് ഫാം ഹൗസിലാണ് നമ്മുടെ സ്റ്റേ കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ലൊരു ഉറക്കി എണീറ്റ് ഉള്ളൊരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ട്രെയിനേഴ്സിനോട് ചാൻസ് കിട്ടുമോ നോക്കണം. നമുക്ക് ഫീഡ്ബാക്ക് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ കമ്മിങ് വീഡിയോസിലുണ്ടാവും. ഓക്കെ, ബൈ. വെള്ളം തിന്നാനോ? വെള്ളം പെട്ടിരിക്കണേ മനുഷ്യന്റെ ബ്ലോഗ് പെട്ടിരിക്കടാ. ാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ജീവിതം. പെട്ടി എടുക്കണം, വ്ളോഗ് എടുക്കണം, സെഷൻ എടുക്കണം, എല്ലാം എടുക്കണം. പറഞ്ഞ പോലെ കാണാം, പാക്കലാം. സീരിയസ് ആയിട്ട് ഇവിടെ പണിയെടുക്കുമ്പോൾ ഗൈഡ് മുബുവിനെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുന്നു. മുബുവിൻ്റെ പക്കാ ഡെഡിക്കേഷനും ഇവിടെ സീരിയസ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. സീരിയസ് കാര്യം. എന്താണ് ആ സന്തോഷം? എന്താണ് ആ സന്തോഷം? പുലി പുല്ല് തിന്നാ കുഴപ്പമില്ല, നല്ലതാ. കൗണ്ടർ ഇപ്പൊ കിട്ടും, വെയിറ്റ് ചെയ്യാം. ഞാൻ നോക്കി കണ്ടെത്തുന്നോ
ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ജനിക്കുമ്പോ മുന്തിരി ആവണോന്ന് സംശയിച്ച് ജനിച്ചതാ. പിന്നെ നാരങ്ങ തീരുമാനിച്ചു. രാത്രി 1:30 അടിക്കാൻ കണ്ട കോമഡി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഓറഞ്ച് ഇത്തിരി വലുതായി പോയി. സാധാരണ ഓരോ ചോളാണ് ഓരോ വാരുണ്ടല്ലേ. നേരെ നാരങ്ങ ഒന്നായിട്ട് അബും സ്കേഡ് എന്തോ പറയാൻ വന്നു. എന്റെ അണ്ണാക്കിൽ അടിക്കരുത്. ഫായിസിന്റെ മുന്തിരിക്കഥ ഇതേപോലെ ഫായിസ് മനുഷ്യനാവണോന്ന് രാത്രിയിൽ എന്റെ മനുഷ്യത്വം സംശയിക്കരുത്. നല്ല സംശയം ഉണ്ടായിരുന്നു. ഫായിസിനെ നാസാന്ന് വിളിക്കല്. ഇവന് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ഏലിയൻ ആവണമെന്ന് തീരുമാനിച്ചിട്ട് എന്തോ വായിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. Guys, aliens do exist among us. Expression. ഇന്നലെ നൈറ്റിലുള്ള ദുബായ് മാൾ ആൻഡ് ബുർജ് ഖലീഫ വിസിറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ആണ്. പറഞ്ഞ പോലെ ലേറ്റ് നൈറ്റ് ആണ് നമ്മൾ ഇവിടെ എത്തിയത്. അതിനുശേഷം ഒരു 3:40 നൈറ്റ് 3:40 അങ്ങനെ കഴിക്കുന്ന ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റൂമിലേക്ക് പോയി സെറ്റിനൊക്കെ ആവാൻ. അപ്പം ഇന്ന് മോർണിംഗ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ സെഷൻസ് കാര്യങ്ങൾ ബിഗിൻ ചെയ്തത്. ഷിറിനായിരുന്നു സെഷൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ലഞ്ച് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ബാച്ച് വളരെ ഭാഗ്യമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫസ്റ്റ് ഡേ ലൈനിങ് ബാട്ടിൽ ബിരിയാണി ചിക്കൻ ബിരിയാണി ആണ് കിട്ടിയത്. ഇതൊക്കെ നമ്മളെ മെൻഡോസ്. എന്തൊരു സ്റ്റാൻഡേർഡാണ് പഠിച്ചോലെ ബീച്ചൊക്കെ. ഇവരൊക്കെ ക്യാമറ ആയിട്ട് വരുമ്പോൾ അപാര സ്റ്റാൻഡേർഡാണ്. ഒക്കെ റോ ഫീലിംഗ് നമ്മൾ പറഞ്ഞ പോലെ ഇവരൊക്കെ ഭയങ്കര ഭാഗ്യം. കാരണം നമ്മൾ നാട്ടിലാവുന്ന സമയത്ത് ഈ മൂന്നാറിലാകുമ്പോൾ ഇങ്ങനത്തെ ഫുഡ് വളരെ കുറവായിരിക്കും. അധികവും നല്ല നാടൻ ഭക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇവർ ഭയങ്കര ലക്കിയാണ്. സാലിക്ക് ഫസ്റ്റ് ബോൾ ഔട്ട് ആയില്ല. ഇറങ്ങി ഇത്ര മെല്ലടാ. റണ്ണ് ഇങ്ങോട്ട് വയസ്സേ. അതിന് ഓഫിലൊക്കെ അടിക്കാന്ന് പറയൂ. അങ്ങനെ അടിക്കണോ? അല്ല തിരിഞ്ഞ് അടിച്ചോ. ട്രൈ അതിരിയോ. എന്താ പറയാ, എല്ലാരും ഇങ്ങനെ അടിച്ചടിച്ചാലിപ്പോ ഫസ്റ്റ് സാലിക്കത്ര അടുത്ത് നമ്മൾ രണ്ടാളും അവിടെ താറാവ് കോളം ഇരിക്കാമോ? സിയാസ് അതിസാഹസികമായി സ്ട്രൈക്ക് ചെയ്യാൻ പോവുകയാണ്. സിയാസ് ഔട്ട്സൈഡ് ദ കൺട്രി. സിയാസ്
ഔട്ട്സൈഡ് ദ കൺട്രി. ശരിയായില്ല. ഓളടിച്ചിട്ട് നോന്നാ മനുഷ്യ തലന്റെ മുണ്ടക്കട വരില്ല. ഈ അടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കുറച്ച് ആവേശം കൂടി പോയത്. നമ്മളെ രണ്ടാൾക്കാരെ ഡക്കാക്കിയപ്പോ എനിക്ക് ഇതായി പോയതാണ്. പുറത്തേക്ക് ഔട്ടാ? നോബോൾ ആയതുകൊണ്ട് ഔട്ടില്ല ബോസാ. നോബോൾ ഔട്ടില്ല. എങ്ങനെ ഔട്ടാവാ? അപകടകരമായിട്ടുള്ള അല്ല അത് പറഞ്ഞാ പറ്റില്ല. അല്ല അവിടെ ആരും ഇറങ്ങണം. അവിടെ കളിക്കണ്ടല്ലോ. ഒരു ബോളായിട്ടില്ല. എന്താണ് 2 വൈഡ് വരുന്ന ബോള്? ഇല്ല. ഒരു ബോൾ 6. എന്തോ സിക്സ് എങ്ങനെയായിരുന്നു? അല്ല ഏതിനടുത്തേക്കാ ഔട്ട്? അതിന്റെ പുറത്തേക്ക് ഔട്ട്. സിയാസ് എങ്ങനെയാണ്? മരുന്നായ മരുന്നോട് മരുന്നാണ്, അടിയോട് അടിയാ. അങ്ങോട്ട് മാത്രം ഔട്ട്. ഒരു ബോൾ 6. എവിടെ? Go. Sias. Focus this ball. Focus. Go. Oh. Good bowling. നമ്മുടെ ടീമാണ് ബാറ്റ് ചെയ്യുന്നത് ഗൈസ്. നമ്മുടെ ടീമാണ് ബാറ്റ് ചെയ്യുന്നത്. ഓ 4 6 6 4 ബോ ചേട്ടാ ഒരു മാസ് അതാ ബോൾ വൈഡ് ബോൾ. ഇറ്റ്സ് എ വൈഡ് ബോൾ. അതിസാഹസികമായി കളിക്കുകയും ബാക്കിൽ വരുന്ന ബോൾ എടുത്തു കൊടുക്കുകയും ചെയ്യുന്ന അതികഠിന പ്രയത്നിയായ സിയാസ്. ഇറ്റ്സ് എ നോ 6. ഓഫ് സൈഡിലേക്ക് പോയ ഗൈസ്. ഇതിൻ്റെ റൂൾ എങ്ങനെ വെച്ചാണെങ്കിൽ നേരെ പോയാൽ 6, ലെഗിലേക്കും 6 ബൗണ്ടറീസ് ഉണ്ട്. ലെഗിലേക്കും നേരെയും ബൗണ്ടറീസ് ഉണ്ട്. ഇപ്പുറത്തേക്ക് കണ്ടൽ കാർഡുകളാണ്. അപ്പോൾ ഇവിടെ നോ ബൗണ്ടറീസ്. അപ്പോൾ ഇങ്ങോട്ട് അടിച്ചാൽ നോ റൺ. സിയാസി പഠിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ നോ റൺ. ലെഗിലേക്ക് അടിക്കാൻ നോക്കിയത് പക്ഷേ ഓഫിലേക്ക് ആയിപ്പോയി. സിയാസി എന്ത് പറയുന്നു? എത്ര റൺ പ്രതീക്ഷിച്ചു? 4 ബോൾ 12 ആയി. അടുത്ത 12. എത്ര ഓവറായി? രണ്ടാമത്തെ ഓവർ. ഓ വിക്കറ്റ്. Oh, 6. Boom. 2 ഓവറിൽ എത്ര റണ്ണ്? 18 റണ്ണ് കാശ്. 2 ഓവറിൽ 18. സിയാസും കൂടി മരുന്നയക്കാൻ അടിയോടെ അടി. അജിലാനാണ് ഇവിടെ സ്ട്രൈക്കിലുള്ളത്. വീഡിയോ എടുക്കണം എനിക്കല്ല ക്വാളിറ്റി അത്. വൈഡ് ലൈൻ വെക്കാൻ മറന്നായി. വൈഡ് ലൈൻ വെച്ചു. തൊപ്പി പോലത്തെ ചെരുപ്പ്. 4. ഇറ്റ്സ് എ 4. ജിലാലി ബോ. ഇറ്റ്സ് എ 4 ഗൈസ്. ഗോൾഡൻ ഡക്ക് ഔട്ട് ആക്കി എന്താ പറയാനുള്ളത്? എന്താ അറിയോ? ഗോൾഡൻ ഡക്ക് ആയില്ലേ? ബോൾ കാണാത്തടത്തേക്ക് പോയി ഗൈസ്. ബോൾ കാണാത്തടത്തേക്ക് പോയി. ടോപ്പ് 6. Yamona wide. It's a wide ball. Ball. It's a wide ball.
एक मिनट ജുനൈസ് മോനാണ് ബോൾ ചെയ്യുന്നത്. എത്ര ബോളായി? 3 ബോൾ. 2 സിക്സ് തുടങ്ങിയില്ലേ? എന്ത് തോന്നുന്നു? ഓ ഓക്കെ. ഓ ബോ ഇറ്റ്സ് എ സിംഗിൾ. ഈസി സിംഗിൾ. ബോ പ്ലേസ് ടൈറ്റ്. This is our umpire, small umpire. Side please. Junis Mon on strike. It's a bowling man. Whoa! Single. See. Oh! Ball just stuck at the boundary of the kalle. Whoa! Junis Mon on strike. Last ball. Yo, ladi poti kyan Junis Mon. Whoa! The bowling! Whoa! The ball goes to the sixth and the sixth. ഈ ഓവറിൽ ജുനൈസ് മോന് കിട്ടിയത് 1.5 കിട്ടലാണ് ഗായ്സ്. മക്കളെ അടുത്ത ഒരു ഗൈഡാണ് ഗായ്സ്. മാന്ത്രിക ബോളിംഗ് ആണ്. അടിക്കാൻ കഴിഞ്ഞാൽ അടിച്ച്, അല്ലെങ്കിൽ അടിച്ചില്ല എന്നുള്ള കോലത്തിലാണ്. ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കളി എങ്ങനെയുണ്ട്? സൂപ്പർ. കളി സൂപ്പറാണെന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഗൈഡിൻ്റെ ഓവറാണ് ഗൈസ്. ഗൈഡ് ഈസ് ഗോയിങ് ടു ദ ബോളിംഗ് ആൻഡ് ദ സെക്കൻഡ് ബോൾ ഇൻ ദ oh my god, it didn't touch the stems, just miss. Oh, it's a wide ball. And the next ball, boom, again the wide ball. Guide on strike. The wide ball and the bowling. Oh, that's a clean ball. Clean ball. That is on fire. Strike. Oh! ഗൈഡ് ആയപ്പോൾ സിയാസിന്റെ മുട്ടക്കാല് വർക്കുകയാണ് ഗൈസ്. ഇത്ര നേരം അടിച്ചവന് ആളില്ലാത്തോടത്തേക്ക് അടിക്കുന്നുണ്ട് ബോള്. അതൊരു 4. ലാസ്റ്റ് ബോളിൽ ഒരു 4 ഇട്ട് സിയാസ് അങ്ങനെ മാനം കത്ത് ടീമിന്റെ. രസാ ഇത്ര നേരം അടിച്ച ഗൈഡ് എത്തിയ പന്തി അടിക്കാൻ പറ്റാഞ്ഞ ഗുരു ബഹുമാനം. അത് ക്രിക്കറ്റിൽ പാടിണ്ടോ? 4 ഓവർ. ക്രിക്കറ്റിലും അത് അങ്ങനെ തന്നെയാണോ താങ്കൾ പിന്തുടരുന്നത്? ഏറെക്കുറെ. അല്ലാതെ ടെക്നിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലാന്ന് സമ്മതിക്കുന്നു. അതാണ് നിഷ്കളങ്കത. Fights Rahman on the strike and Ajlan goes and the single and the 4. As a going to the 4, Haider missed the chance and it's gone to the 4 simply. That's it. Wow. എന്താണ് ഐഡൻ സീക്കോ? കളിയുടെ ഇടയിൽ കൂടെ ഇത് പറയരുത്, ശ്രദ്ധ മാറും. കുറച്ചുണ്ടായിരിക്കും നമുക്ക്. ഓക്കെ. Fights Rahman on strike with the bowling. Whoa! Super bowling. Whoa! Oh my god! In that good just missed offside like a boy. It's a no run. That's it. It's the no run. Everybody going to seek ബോൾ നോക്കാൻ ഓടുക. ഹൈദരാലി നിങ്ങളുടെ അടുത്ത് കൂടെ ഒരു 4 മിസ്സായില്ല. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? മുട്ടുപോയാ? മുട്ടിന് എന്ത് പറ്റി? മുട്ട പറ്റിയോ? ബോ ഈ കളിയെ കുറിച്ച് എന്താണ് തോന്നുന്നത് താങ്കൾക്ക്? ഈ കളി പൂർണ്ണമായി നിങ്ങൾ തോക്കൂലേ? നോക്കൂല. ഓ സെഞ്ചോ അംഗീകരിച്ചോ? എങ്ങനെ കളി ഇതുവരെ കളി എങ്ങനെ? ഒരു പൊട്ടിന്ന്. ഈ ഏത് ടീമാ? അല്ല തരക്കൊന്നല്ലോ, നമ്മളെ ടീമായിട്ട് ഒരു പൊട്ടിന്ന്. The ball coming. ബോൾ ഇതേപോലെ പറന്ന് 6 എത്തി. അടിയോട്ട് അജിലാനും ശേഷം 46 റൺ. കളി ടീംസ് ഒന്നും പറയാനില്ല. പൊളി മൂട്.
ചെക്കന്മാർ പൊളി കളി, സീന് കളി. ടീമായോണ്ട് പറയല്ല, നമുക്കൊന്നും കളിക്കേണ്ട ആവശ്യം കൂടില്ല, വെറുതെ നിന്നെടുത്താൽ മതി. ഏതായാലും എങ്ങനെ കളിക്കും, വെറുതെ നിന്നെടുത്താൽ പോരെ, സൈഡിൽ നിന്നാൽ പോരെ. കളി കണ്ടിട്ട് മേലെ എങ്ങാതെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ ഒരു 6 അടിച്ച് സുഖമായിട്ട് കളിക്കുന്നുണ്ട്. നല്ല ആൾക്കാർ. ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നെ നമ്മളെ പിടിച്ചു. അതാണ് നമ്മളെ കഴിവ്. ഇവനുള്ളതാണ് നമ്മളൊരു ധൈര്യം. നമ്മുടെ ടീമാണെങ്കിൽ ഓർക്കും ഫീൽഡിൽ നിന്ന് എടുക്കും. അതാണ് അവൻ്റെ സ്പെഷ്യാലിറ്റി. ജസ്റ്റ് മിസ് ഇട്ടോ, പോണ്ടത് തന്നത് തീരണ്ടിയാണ്. നോക്കട്ടെ കളി എന്താവും നോക്കട്ടെ. അത് ഗായ്സ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഓവർ ബോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. അത് കീപ്പർ മിസ്സാക്കി. എന്താണ് ഹൗ എക്സൈറ്റഡ് യു ആർ ടു ബോൾ? Fantastic. The bowling. Oh, just striked and saved. That saved, not 4. Oh, that's a good bowling. Second ball, Ajlan on strike. That's gone simply to the sixes. Hello, 6. അത് മൂന്നാമത്തെ ആളാണ്. ഇനി മൂന്നരല്ലോ, 2 വിക്കറ്റ്, 2 വിക്കറ്റ് 3 സിക്സ്. ഐതർ ട്രിക്ക് പറ, ഐതർ ട്രിക്ക് പറ, ഐതർ കാര്യമായിട്ട് ട്രിക്ക് പറഞ്ഞെടുക്കാണ്. ടീമേറ്റിനെ കൂട്ടിക്കൊണ്ടാണ്. ടൈം കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അതാണ് ഓരോ കളീൻ്റെ പ്ലാനിങ് ഗൈസ്. അതാണ് ഓരോ ടാക്റ്റിക്ക്. അത് വെച്ചിട്ടാണ് ഓരോ ഇനി കളിക്കാൻ പോണത്. അപ്പോൾ ഇനി അജ്ലാൻ ഗ്രീസിലെത്തുന്ന മുമ്പേ ബോൾ എറിയാനുള്ള പ്ലാനാണ് ഇസ്മായിൽ ഉസ്താദ്. ടൈം എടുക്കരുത് പറഞ്ഞുകൊണ്ട്. ടൈം എടുക്കൂല. ടൈം കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് ഇതൊരു 4 ആയി കലാശിക്കുകയാണ്. 6 ആണ്. ഞാൻ കാണാത്തതുകൊണ്ട് അതൊരു 6 ആയിരുന്നു. മിന്നൽ വേഗത്തിലാണ് ബോളുകൾ പായുന്നത് ഗായ്സ്. ടൈം കൊടുക്കാതെ ഐദറിന് അടവ് അടുത്ത 6ലേക്ക് മാറിക്കുകയാണ്. ഐദർ, താങ്കളുടെ പ്രസിദ്ധമായ അറിവ് താങ്കൾ പകർന്നു കൊടുത്ത ടൈം കൊടുക്കരുതെന്ന് പറഞ്ഞ ഉപദേശം വെച്ചിട്ട് ഇപ്പോൾ 2 6 ആണ് പൊട്ടിയിരിക്കുന്നത്. താങ്കൾക്ക് അതിൻ്റെ മുകളിൽ എന്താണ് പറയാനുള്ളത്? അതിന് ടൈം എടുക്കരുത്, 6 അടിച്ചോട്ട്. എന്താണ് ചെയ്യുക ഗൈസ്? പൊരിഞ്ഞടി 650 ഒറ്റക്കോ? ടീമല്ലേ? അത് അങ്ങനത്തെ എടുത്താണോ? കറക്റ്റ് റണ്ണൊന്നും ഇല്ലത്. ടീമിന്റെ റണ്ണാണ് എണ്ണാറുള്ളത്. ഓക്കെ യാക്കോബ്സ് ഇൻസ്റ്റാഗ്രാമം. And this is the last ball, official last ball. That also goes to the 6. എത്രയാണ്? പോളി. ഐദറിന്റെ ടൈം കൊടുക്കരുത് എന്നുള്ള അറിവാണ് ഈ കാര്യത്തിൽ ഹൈലൈറ്റ് ആയിരിക്കുന്നത്. പൊട്ടാൻ പോകുന്ന മുഖങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ. ഒരിൻ്റെ ബാറ്റ് ചെയ്യാൻ പോകുന്ന ജുനേഷ് മോൻ ഗൈഡ്. ഐഡിയ പ്രേമിയായ ഹൈദർ, ആവേശ് കുമാറായ അഫ്സൽ, തംജീദ് മൻസൂർ, ഇസ്മായിൽ ഉസ്താദ്. ടൈമിംഗ് കൊടുക്കരുതെന്നുള്ള അറിവ് കൊണ്ട് 2 6കൾ എക്സ്ട്രാ വാങ്ങിക്കോട്ടെ ഇസ്മായിൽ. ഓരോ സ്ട്രൈക്കിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇനി നമ്മളെ ബോളിംഗ് ആണ്. ഇവിടെ ഗൈഡാണ്. ഗൈഡ് ജയിക്കോ തോക്കോ? സിമ്പിൾ. ഫായിസാണ് ഫായിസാണ് ബോൾ വരാൻ പോകുന്നത്. ബോ കളി ഇരുന്നിഞ്ഞ് കാണാം. നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നു. കുറച്ച് നേരം ഞാൻ ഫീൽഡിൽ കട്ടെ നോക്കട്ടെ ഗൈസ്. വെയിറ്റ് ആൻഡ് സീ ദ ഗെയിം. റിസൾട്ട് വിൽ ബി പബ്ലിഷ്ഡ് സൂൺ. ഒരു മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്ക്രീനിൻ്റെ ഇടയിൽ നിന്നിട്ട് it's a catch and Ajlan outed the man. ഇവിടെ ഫസ്റ്റ് ഞാൻ ഒന്നും നമ്മളെന്നെ ഔട്ടല്ലോ. പോളി ടീം പോളിയാണ് ഗൈസ്. ക്യാച്ച് അങ്ങനെ നീക്കിയപ്പോഴാണ് എനിക്ക് പിടിച്ചു ഞാൻ കണ്ടത്. കിട്ടിക്കിനി. ലെറ്റ്സ് ചെക്ക് ആൻഡ് റിവൈൻഡ്. അലിക ജയിക്കുക 25. ഒരു ജയിക്കോ? ചില കുരുട്ട് ബുദ്ധി അറിഞ്ഞതിനെ കൊണ്ട് ജയിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. വെയിറ്റ് ആൻഡ് സീ ഗൈസ്. പക്ഷെ അഫ്സൽ ഉസ്താദ് ഫസ്റ്റ് ബോളിൽ ക്യാച്ച് ഔട്ട് വായിക്കാം.
നമുക്ക് 78 റണ്ണുണ്ട് ഒരിക്കൽ ജയിക്കാൻ. നമ്മൾ 78 റൺ എടുത്തിക്കണം. അതുകൊണ്ട് തന്നെ ഒരടിച്ചോട്ടെ എന്നുള്ള ശൈലിയായത് കൊണ്ട് ഞാൻ വരെ ഫീൽഡ് എടുക്കണില്ല. 3-4 ആൾക്കാരെ ഫീൽഡിങ്ങിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവർ ഞാനിവിടെ വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത്രയും സില്ലിയാക്കിയിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കാണാം ഒരു ജയിക്കോ ഇല്ല എന്നുള്ളത്. ഞാൻ വീഡിയോ എടുക്കുന്നത് ബാക്കിയുള്ള ടീംസ് ചില്ലായിട്ട് ഗ്രൗണ്ടിൽ ബോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജയിക്കോ ജിനേഷ് മോൻ? അപ്പോൾ പ്രതീക്ഷയില്ല. ഓ ഗൈഡ് ഷോട്ട് ടു ദ സിക്സസ്. ഗൈഡ് മ്യാരേജ് ആയി കഴിഞ്ഞാൽ മ്യാരേജാണ്, സീനാണ്. ഗൈഡ് ഫേം ആയി കഴിഞ്ഞാൽ ഗൈഡ് ഫേമാണ്, സീനാണ്. ഗൈഡ് ഫസ്റ്റ് ബോൾ 6 അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇറ്റ്സ് എ വൈഡ് ബോൾ, ഇറ്റ്സ് എ വൈഡ് ബോൾ. ഐദർ ആവേശം കൂടി 6 അടിച്ചപ്പോൾ സാലിക്കാണ് അവിടെ ബോൾ എറിയുന്നത്. ഗൈഡ് ബാറ്റിംഗ് ആൻഡ് ഗോയിങ് ടു ദ സിക്സസ്. ഫസ്റ്റ് ബോൾ Salek bowling on the strike. Oh! It's എന്താ 6 ഓവറോ? ഗൈഡ് 2 ബോൾ 2 6. ഐദർ ജയിക്കാൻ നോക്കോ? എന്ത് തോന്നുന്നു? ഐദറിന് തിരിച്ചു കിട്ടിയൊരു സന്തോഷം നേരത്തെ മുക്കിയതിനൊക്കെ. സാലിക്കിന്റെ 3ാമത്തെ ബോൾ. Oh! That's one ball is going slowly. Four അല്ല ഗൈസ്, അപ്പോൾ അത് റണ്ണല്ല. വെയിറ്റ്, ലെറ്റ്സ് സീ. ഗൈഡ് ഫോമാണ്. ഓ അടുത്ത ദിശ മോനെ പോളി. 4 ബോളി 18. ഞാൻ ഫീൽഡ് നിൽക്കണോ വ്ളോഗ് എടുക്കണോ? കുറച്ചേരം കൂടെ കാത്തു നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ജയിക്കോ ഹൈദറ? ഷുവറല്ലേ? ഞാൻ ലാസ്റ്റ് വരും ഒന്നും കൂടി. കിട്ടി മോനെ കിട്ടി. നോക്കാം നമുക്ക്. ഗൈഡ് ഫോമായ സീനാണ് ഗൈസ്. ചാലിക്കസ് ബോളിംഗ് ഫ്രം ദർ. ഓ അടുത്ത 6 തൂക്കി മോനെ ഗൈഡ്. 5 ബോളിൽ 24 ജയിച്ചു. ഞാൻ ഫീൽഡിംഗ് ഒക്കെ നിർത്തി ഇവിടെ ബോളിംഗ് ഫീൽഡിംഗ് ഒന്നും കാര്യമില്ല. ബോൾ ഫുള്ള് പറന്നിട്ടാണ് പോണത്. എന്ത് ചെയ്യാൻ പറ്റും? ഗൈഡ് പൊരിഞ്ഞടി സീന്. ജയിക്കും തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. ബോള് കാണാതായിട്ട് അവിടെ തപ്പിട്ട് കിട്ടിയാൽ മതി. 78 റൺ ഉണ്ടായപ്പോ ജയിക്കുന്നു വിചാരിച്ചു. പല്ലടി എന്താണ് സാധിക്കും ഈ കളിക്കണേ? അങ്ങനെ നടിക്കാൻ കൊടുക്കലെന്ന് നടിക്കാം. ഓ വൈ. ഹലോ, നിങ്ങൾക്ക് ഇവിടെ വോയിസ് ഇല്ല. ഫസ്റ്റ് ബോളിൽ ഗോൾഡൻ ഡക്ക് ആയ ആൾക്ക് വോയിസ് ഇല്ല. ഒന്നുകിൽ 6 അല്ലെങ്കിൽ വൈഡ്. ഞങ്ങൾക്ക് ഇത് അഭിമാനത്തിന്റെ കളിയാണ്. ഞങ്ങൾക്ക് ജയിക്കണം. ജയിക്കും ഷുറാ. പിന്നെ നമ്മൾ ജയിക്കും. നോക്കുന്ന അറിഞ്ഞിട്ടുള്ള ആ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് പ്രധാനം. നോട്ട് ഇറ്റ്. ലാസ്റ്റ് നമുക്കൊരു ചോദ്യം കൂടി പറയാൻ ചോദിക്കാണ്ട്. നൽക എത്ര പൊട്ടി? ഞാൻ ഫസ്റ്റ് ബോൾ ഔട്ടായതിനെ കൊണ്ടാ. പിന്നെ ഗൈഡാനെ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലേ എത്ര? 5 സിക്സിലാ എല്ലാത്തും ഇട്ട് കൊടുക്കലായി പോയി. 5 6 ഒക്കെ കാരണാല് ഓവറാണ്. ന്യൂ ബോളർ ഇൻ ടൗൺ. ഗൈഡ് പിടിച്ചു മോനെ പിടിച്ച് കളി പിടിച്ച് കളി പിടിച്ച്. ഓ ആ 4 അവിടെ 4 ആയി. 29 റണ്ണ്. 29 3 ബോളിൽ 29 റണ്ണ് ഗൈസ്. 3 ബോളിൽ 29. പൊരിഞ്ഞ കളിയാണ്, പൊരിഞ്ഞ പോരാട്ടം. ടോപ്പ് റൺസ്. ഗൈഡ് ഓൺ സ്ട്രൈക്ക്. The ball is stumped. Oh, just miss. 29 റണ്ണ് അടിച്ചപ്പോൾ കറങ്ങിപ്പോയി. ഇപ്പം ബോളിങ് പൊള്ളി കേട്ടോ. നോക്കാം നമുക്ക് ഈ ബോൾ. ഓ ജസ്റ്റ് മിസ്. ക്യാച്ച് ഇട്ടോ. ഔട്ടാക്കിനും തീർന്ന് നമ്മൾ ജയിച്ചിനും. ഗൈഡ് ഔട്ടായി കഴിഞ്ഞ്. ഓ
ഗൈഡ് കണ്ടത്ത് കൂടെ ഇറങ്ങി പായുന്നുണ്ട്. അപ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ടൊക്കെ ഓടണ്. എന്താ ചെയ്യാ? 3 അവർ 1 അവർ 10 വെച്ച് 3 ഓവർ 30. ഗൈസ് ഇനി 3 ഓവറിൽ 45 റണ്ണ് വേണം ജയിക്കാൻ. നമുക്കല്ല ഓരിക്ക്. ഞാൻ ഈ ടീമിൽ നിന്നും ഫീൽഡിങ് കുറച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വ്ലോഗ് ചെയ്യുകയാണ്. സിമ്പിൾ ബോളാണെന്നാണ് ബോളും കണ്ടാൽ മനസ്സിലായത്. സിമ്പിൾ ബോളാണ്. ഐതറിന് ചിരി നിർത്താൻ പറ്റുന്നില്ല ബോളിങ് കണ്ടിട്ട്. ഗൈഡാ ഈ ബോളിങ് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഗൈഡാ? അതോ നിക്കണം പറഞ്ഞു ഓ ഗൈഡ് 6ലേക്ക് വർപ്പിച്ച് ബോൾ. അതിലാ ഐതർ എന്നോട് ചോദിക്കായി. ട്രിക്കാണ് ഗൈഡ്. നമ്മളെ ഗൈഡല്ലേ, നമ്മളെ ഗൈഡ് അടിക്കണ്ടേ? അതിനുള്ള ട്രിക്കാണിത്. എന്ത് പറഞ്ഞാലും കാര്യമില്ല. അത് പൊരിഞ്ഞടിയാന്ന് ഗൈഡ്. ഹലോ ബോളർ. ഓ അഭിമാനപൂർവ്വം. അതാണ് അത് പൊളി. അത് കൈകാര്യം. ബോൾ കിട്ടിക്കില് അങ്ങോട്ട് പോയാൽ കോടാ. ഓ മുപ്പരെ പ്രഷറിലാവും. വൈഡ് ബോൾ അഭിപ്രായ പ്രഷറിലാവും. ഇപ്പൊ പ്രഷറിലാവും. അടുത്ത 6. എത്ര ബോള്? 3 ഓവർ 42. ബോള് കാണാത്ത ആ രീതിയിലാണ് 6 ആയിരിക്കുന്നത്. കണ്ടം കടന്ന് പോയി ഐസ് ബോള്. ഗൈഡ് ഫോമായ സീനാണ്. അടിയോടെ അടിയാണ്. ഞാനിവിടെ വ്ളോഗ് എടുക്കാം, ടീമിൽ നിന്ന് കുറച്ചേരം ഫീൽഡ് എടുക്കാം. സാർ കുറെ റണ്ണുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു നിന്നേ. റണ്ണ് വള്ളർച്ചപ്പോ കിട്ടുന്നുണ്ട്. അടിച്ചു കയറ്റുണ്ട് ഗൈഡ്. 2 ഓവർ 3 ബോൾ. 2 ഓവർ 3 ബോൾ എത്ര റണ്ണാണോ? 33 റണ്ണ്. ഗൈസ് ബോൾ കിട്ടി. അവിടുത്തെ ടീംസ് വരുന്നുണ്ട് ബോൾ അറിയാൻ വേണ്ടിട്ട്. ഫുള്ള് ചർച്ചയാണ് അവിടെ ഫുൾ ചർച്ചയാണ്. പ്രഷറിലാണ് കളി. അടുത്ത ബോള് സിയാസിന്റെ കൈമേലാണ് ബോൾ. ഒരു സിംഗിളിൽ അവസാനിച്ചിരിക്കുകയാണ്. സിംഗിൾ റൺസിൽ ആ റണ്ണ് അവസാനിച്ചിരിക്കുകയാണ്. രണ്ട് ബോളുണ്ട്. യുനൈസ് മോൻ അടിക്കൂലേ? ആ ജാ മോനെ അടിച്ച്. അജിലാൻ വേറെ ആരോ നോക്കി അറിഞ്ഞാ തോന്നാണ് സാധനം കൊടുക്കാൻ വന്നത്. ഇന്നറിയാലോ. ഞാനൊന്നാക്കില്ല കേസ്, ഞാനൊന്നാക്കില്ല. ഓ അങ്ങോട്ടേക്ക് പോയതാണ് പറയപ്പെടുന്നത്. അങ്ങോട്ട് എവിടെയോ ഉണ്ട് ബോള്. കണ്ണും പൂട്ടി എടുത്തിട്ടാണ് 6 ആവുന്നത്. ലാസ്റ്റ് ബോളാണ് ഗൈസ്. ഓവർത്തെ ലാസ്റ്റ് ബോള് 6. സീന് കളി. ലാസ്റ്റ് ബോള് 6. ഓവറായിരിക്കുകയാണ്. ഇനി എത്ര ബോൾ? 2 ഓവറില് 25 റണ്ണ് മതി 2 ഓവറിൽ. നോക്കാം മതി. കളി കണ്ടിരിക്കേണ്ടതാണ്. അജിലാനാണോ ബോൾ ചെയ്യുന്നത്? അജിലാൻ ബോളിങ്. ആ ബോളറിന് യുനൈസ് മോൻ കണ്ടത് പോലുമില്ല. പക്ഷെ ബോൾ മെല്ലെ ആയിരുന്നു വന്നത്. ലൈറ്റിന്റെ അപാകത മൂലം യുനൈസ് മോന്റെ കണ്ണിൽ കുരുടിയായിപ്പോയി. ആ കരട് കുടുങ്ങി കുരുടായിപ്പോയി. ആ ബോൾ പ്രഷറുണ്ടോ? കളിന്റെ അടുക്കും ആ ചളി പറയാനുള്ളൊരു ഓ മിസ്. കുറച്ച് കുറയ്ക്കും. ഭയങ്കര സ്പീഡ്.
സുരേഷ് മാൻ കോരി തെരച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. ഓ സിമ്പിൾ ബോൾ മിസ്സാക്കി. വാട്ട് ഡു യു ഫീൽ റിയലി? പറയാനായില്ല. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്. നോക്കാം നമുക്ക് എന്താവുന്നത്. ഇത്ര നേരം ജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ, അത് പോയി കിട്ടി. ഇത് സക്സസ്ഫുള്ളി ഇത് ഒഴിവാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇനി ജയിക്കുമോ കണ്ടറിയാം. കണ്ണുറന്നിട്ട് തന്നെ ഓടി എത്തുന്നില്ല. ഗൈഡാരെ കണ്ണൂട്ടീസായിരുന്നു. കണ്ണുറന്നിട്ട് തന്നെ ഓടി എത്തുന്നില്ല. ലാസ്റ്റ് ബോൾ. ഓ ഒന്നായില്ല. ഏയ് ഐദർ എത്രയാണ് ഐഡ? എത്ര ജയിക്കാം? ഒരു ഓവറിൽ 25 ജയിക്കാം. ഗൈഡിന്റെ മായാജാലം കണ്ടറിയുക. സിയാസിന്റെ കണക്ക് ഇപ്പോഴാണ് വരാം. ഫസ്റ്റ് ബോൾ 6 അടിച്ചാണ് ഗൈഡ് തുടങ്ങിയിരിക്കുന്നത്. ഓവർ ഫസ്റ്റ് ബോൾ 6 അടിച്ച് തുടങ്ങി ഗൈഡ്. ഇനി എത്ര 5 ബോൾ എത്ര ജയിക്കാൻ? 17 18 19 കണക്കറിയാത്ത ഒരാളാണ് ഇവിടെ പറഞ്ഞത്. ഗൈഡത്തെ 50. എന്താ ചെയ്യാ? ഇതാ എന്നൊക്കെ എന്തിനാ? അല്ല ഗൈഡ അങ്ങനെ തന്നെ 50. മണ്ണിലിന്റെ ആദ്യത്തെ 50ആണ്. മ്യാസ്മരികം കേവിന്റെ പരമാവധി അല്ല കേവിന്റെ പരമാവധി. ബോ ഏത് സാഹചര്യ ഘട്ടങ്ങളിലും ഞാൻ വിചാരിച്ചു എനിക്ക് ഫീൽഡിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല, അത്രയും സിമ്പിളായിട്ട് നമ്മൾ ജയിക്കുമെന്ന് കളി. പക്ഷേ ഗൈഡ് അത് തിരുത്തി എഴുതിയിരിക്കുകയാണ് ഗായ്സ്. ഓരോ ബോളിലും 3-4 സിക്സുകൾ പായിപ്പിച്ച് ടീമിനെ വിജയത്തിന്റെ പൊൻകുടിയിലേക്ക് കുതിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഈ ഓവറിൽ 5 ബോൾ ബാക്കി നിൽക്കെ ഗൈഡിന്റെ ബോളിലെ ക്യാച്ച് ഔട്ട് അദിലാൻ മിസ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. അദിലാൻ മിസ്സാക്കി. അദിലാൻക്ക് അതൊരു വൻ തീരാ നഷ്ടമായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബോൾ എങ്ങോട്ടോ പോയി പറഞ്ഞ ബോളോടാ ബോൾ ഇങ്ങോട്ടൊക്കെ പോയെന്നാണ് പറയുന്നത്. 3 ബോൾ 19 റണ്ണാണ് വേണ്ടത്. 3 സിക്സ് അടിച്ചാൽ കറക്റ്റ് ഡ്രോ. ഇങ്ങനെയാണ് നിൽക്കാൻ പറ്റുക. പിന്നെ 1 റണ്ണ് എവിടുന്ന് കിട്ടും? അതാണ് എൻ്റെ ചോദ്യം. അതിനുള്ള ഉത്തരം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. തൊപ്പിട്ട് ഐദർ എന്താണ് പറയാനുള്ളത്? 2 ബോൾ 19 റണ്ണാണ് വേണ്ടിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഞങ്ങൾ കളിച്ചു ഒരുതി തോറ്റു. ഹലോ, ഓരോ ഓവർ മുട്ട നിങ്ങളാണോ പറയുന്നത്? പൊതി തോറ്റത് അതാ മിന്നാമിന്നി തലയിൽ കൂടെ മാറുന്നുണ്ടോ? ബോള് മാത്രം പോണ്ട്. മുദ്രാവാക്യം കളിക്കാം. ക്യാപ്റ്റൻ ഇറങ്ങി. ഐദർ അലി ഓൺ ഫ്ലോർ. ഐദർ അലി. ദാറ്റ്സ് എ ബോൾ. എന്താണ് ഐദർ എന്താ പറഞ്ഞ? പിന്നെ ഭഗത് സിംഗ് അങ്ങനെ തോറ്റരല്ലേ ഇങ്ങോട്ട് മാറിക്കുന്നു. പൊരുതി തോറ്റു. പക്ഷെ ഗൈഡ് മാത്രം, ബാക്കിയുള്ള ടീമിൽ എല്ലാവരും നേരത്തെ പറഞ്ഞാൽ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് ഫുള്ള് സെഷൻസ് ആണ്. ബാക്കി ക്രിക്കറ്റ് ആയിട്ട് വീണ്ടും കാണാം. ശരിക്കും ഞങ്ങൾ ജയിച്ചതിന് തുല്യമാണ്. ഇത് കട്ട് ചെയ്തതിന്റെ ബാക്കിയുള്ള സീനാണ്. ആദ്യം ഫസ്റ്റ് ബോൾ ഗോൾഡൻ ഡക്ക് ആയിട്ടാണ് ഉപ്പർ ഇവിടെ ഒന്ന് ഡയലോഗ് അടിക്കുന്നത്. സെഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കുളിച്ചിറങ്ങിയ പോലെ കുറച്ചുകൂടി ബെറ്റ്നസ് ഒട്ടിക്കാളല്ലേ? തിളങ്ങണം, മാലാകയാവണം, വിവോ പോലെ ആവണം, വിവോ ഫോൺ പോലെ. സെറ്റ്.
ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഓവർ എക്സ്പോസ്. അവിടെ നല്ല മജ സാധനം കിട്ടും. അപ്പോൾ സെഷനൊക്കെ കഴിഞ്ഞ് ആൾക്കാർ പോരും അല്ലേ? ഇനി പൊറാട്ടയുടെയും ബീഫ് റോസ്റ്റിൻ്റെയും സമയം. ഏതൊരു കേരളീയൻ്റെയും അർദ്ധനഗ്നമായ സത്യം. സംഭവം നമ്മളെ ഡിന്നർ ടൈമായി. ഒന്നും ഉണ്ടായിരിക്കണ്ടോ? സാധനം പറയട്ടെ. സംഭവം ഇവിടെ ഡിന്നർ ടൈമായി. ഇപ്പോൾ ഒരു സെഷൻ ഇപ്പോൾ കഴിഞ്ഞ് വരും. നമ്മൾ ഡിന്നർ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പൈസ എവിടെ കേട്ടോ? ഇവിടെ നോക്ക്, ഏതാണ് മൂഡ്? പോ ഡിന്നർ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? പരിചയപ്പെടുത്തി കൊടുക്കുക. ഡിന്നറിനോ എന്തെങ്കിലും തുറന്നോക്കണം. കാണിച്ചു കൊടുക്കുക, കുട്ടികൾ കാണട്ടെ. ചിക്കൻ ചുക്ക, പക്ഷെ ബീഫാണ്. എന്താ പറഞ്ഞാൽ മോട്ടറൊക്കെ ബീഫ് ചുക്ക. ഇത് സാമ്പാർ. സാമ്പാറോ? നോ, സ്ലാലിന. സാമ്പാർ സ്ലാലിനാണത്. ഇത് ഇതെന്തിനു പൈസ? ഇതെന്തിനു പൈസ? ഇത് കറി വെജ് കോർമ. വെജ് കോർമ. വെജ് കോർമ. ദിസ് ഇസ് വെജ് കോർമ. ഇതെന്തിനു? ചപ്പാത്തി. Khubz, khubz. Not chapati. Khubz. It is not kubbuz. It is khubz. Okay. This is chapati. This is prada. 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 അങ്ങനെ പറയണം. പ്രാഡ പറഞ്ഞ് വേറെന്തോ ആക്കിസ്റ്റ് അറ്റാള്. അപ്പോൾ ഫുഡൊക്കെ റെഡിയാണ്. ഇനി ഓരെത്തേണ്ട താമസം കൊടുക്കുക, വിളമ്പ, എല്ലാവരും മനസ്സംതൃപ്തി അണിയിപ്പിക്കുക. എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പവറായിട്ട് വരാണ്. ഒരിക്കൽ നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് ഒരു ഗ്രൗണ്ട് ആക്കാം. ഓക്കെ, ഞാൻ ലുക്കില്ലല്ലേ? ക്യാമറ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും. ഇത് ലുക്കി പറ്റി എന്താ പറയുക? Jungkook from BTS. ഓ മസ്തി മസ്തോ. ഫ്ലൈറ്റ് കൊണ്ട് ഗൈസ് മോൾ കൂടെ. ആ ലൈറ്റ് ഉണ്ടല്ലേ? നിങ്ങൾ ഫ്ലൈറ്റ് ആയിരിക്കണ്ട, അതൊരു പോസ്റ്റ് ലൈറ്റാണ്. എന്താ പറയുക, ഇവൻ ഇങ്ങനെ തന്നെയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ? ചിലരെ മാനുഫാക്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് നമ്മളതിനെ വിളിക്കും. ഇതൊന്നും ആടെ ഇരുന്നിട്ട് ഒമ്പതൊക്കെ ഒഴിവാക്കണം. ഭയങ്കര വിശദീകരണമായല്ലോ പൈസ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞല്ലേ പൈസ? ഓ മച്ചാ, ഞാനും കഴിച്ചു കുറെ. കൊഴിഞ്ഞോ? വല്ലാണ്ട് വല്ലാണ്ട് മനസ്സ് തളർന്നു. ബീഫ് ഇട്ട് കൊടുത്ത് മനസ്സ് തളർന്നു. ബീഫ് ഇങ്ങനെ ഫോണാണോ? പായസിന്റെ മനസ്സുണ്ടല്ലോ. ഓ മൈ ഗോഡ്, നായിപ്പോയി. ബൾബിളെ തിരക്കിലായിരുന്നു ഗൈസ്. അതാണ് എല്ലാ ഭാഗം കണ്ടിട്ടുണ്ടാവില്ല. കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോൾ ഞാൻ കട്ട് ചെയ്തത്. നന്നായി. പായസം ഇങ്ങനെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കണമല്ലോ. കട്ട് ചെയ്ത് ഒട്ടിച്ചാലേ ജീവിക്കാൻ കഴിയുള്ളൂ. ഓ മൈ ഗോഡ്. വിസ്ഡം ടൈം എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്തത്. അല്ല നിങ്ങളാരാ? പണിയില്ല. വിട്ടോലെ ബൈക്ക് ഏറ്റത് വൈഫൈ ഓണാക്കി ഓഫ് ആക്കണം. അത് ഒരു പൈസ പറയടാ. പൈസ പൈസ മെനിയാന്ന് എനിക്ക് പറഞ്ഞപ്പോ മറ്റു പറഞ്ഞില്ലല്ലോ. അവന് തിരിച്ചെന്നപ്പോ ഇന്നെ പറ്റിയിട്ട് ആരാന്താ അപ്പൊ അതൊക്കെ പറയുന്ന കറണ്ട്. പൈസ പറയടാ, പകരം പറയും. എടുത്തില്ല നമ്മള്, എടുത്തില്ല, അതിലൊന്നില്ല. ഇവനേടാ അതൊക്കെ മുമ്പത്തെ വ്ളോഗിൽ വന്നില്ല. എനിക്ക് യൂട്യൂബ് നോക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഔട്ട് ചെയ്ത വീഡിയോയിലുള്ളത് ഏത് എടുത്തപ്പോ പറഞ്ഞതാടോ. ഔട്ട് ചെയ്ത് നമ്മള്. ഇവൻ ഈ ലോകത്തല്ല, നല്ല കളവനോടാണ് ചോദിച്ചത്. അല്ല, എലിനോക്സിന്റെ വ്ളോഗ് വല്ലത് കാണാറുണ്ടോ? ഓ നമ്മള് കണ്ട് നമുക്കൊരു ഇതുണ്ട്, റിവ്യൂ ബോർഡ് ഉണ്ട്. എന്നിട്ട് നമ്മൾ അത് കാണും. എന്നിട്ട് അവസാനം നമ്മളെന്താക്കും? ഞാൻ പറഞ്ഞില്ലേ, മറന്നു ഉറങ്ങിയിട്ട് ഡ്രീമേഴ്സ് ചെയ്തിട്ട് ഡ്രീം ചെയ്തിട്ട് അങ്ങോട്ട് മറന്നു. ജീവിതം പോലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യും, ചില ഭാഗങ്ങൾ ഒട്ടിക്കും. നിങ്ങൾ കാണാത്ത പല ഭാഗങ്ങളും ഉണ്ടെങ്കിൽ പല വേദനകളും യാതനകളും വേറെ നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥ. ഒരു കഥ തന്നെ കഥ. ഫ്ലെയറിന്റെ മൂക്കിലല്ലോ. റിസ്ക് ഉണ്ടോ വയസ്സെങ്കിൽ? ചെങ്കായോട് പള്ള പറഞ്ഞിരിക്കണ വയസ്സിന്റെ ഫുഡ് എടുത്തിട്ട് മനസ്സും വയറെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കണ വയസ്സ്. വയസ്സ കണ്ണുകളിൽ തിളക്കം. എന്താ എനിക്കെന്താ അറിയുള്ളേ? പാർട്ടിസിപ്പൻസ് പറയുന്നത് വ്ളോഗ് ലെങ്ത് കൂടുതലാണെന്നാണ്. എനിക്ക് പറയുന്നത് വ്ളോഗ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. നോക്കാം
ഇൻ്റെ ഭാഗത്ത് നിൽക്കണോ നിങ്ങൾ ഫൈവ്സിൻ്റെ ഭാഗത്ത് നിൽക്കണോ? കമൻറ്റിലായിരിക്കും ഗൈസ്. കമൻറ്റിൽ ഫൈവ്സ് ഓർ മുബു. ഫൈസ് ടീം ഫൈസ് ലൈക്ക് ടീം മുബു കമൻറ്റ്. ഇതിൽ സ്കോർ ബോർഡ് ഒന്നുമില്ല, ഇതിന് സ്കോർ ബോർഡ് ഒന്നുമില്ല, ഇതിന് സ്കോർ ബോർഡ് ഒന്നുമില്ല. ഇതൊക്കെ കട്ട് ചെയ്യാനുള്ള ഭാഗം. എഡിറ്റിംഗ് കൂത്തപ്പാണ് പറയണ കേട്ടേ പറ്റും. എന്തേ പറ്റും? ടീം ഏഡിയൻ ടോക്സ് സബ്സ്ക്രൈബ് കഷ്ടപ്പെട്ട് എത്ര വീഡിയോ എടുക്കണം ഒഴിവാക്കാനുള്ളതായിരിക്കും ഇവിടെ. അതാ വയസ്സ് അങ്ങനത്തെ ഒരു വർത്താനം. ബീഫ് എടുത്തെങ്കിൽ മതിയായത് അതിനുണ്ടാ കണ്ണീരുണ്ട് ബീഫിനിടയിൽ ജീവിതം. ബീഫിനിടയിൽ കുടുങ്ങിയ ജീവിതം, ബീഫിൽ തൂങ്ങിയ ജീവിതം, മുന്നേ ബീഫ് കാരണം മുടിഞ്ഞ ജീവിതം. ആ ചന്ദ്രന്റെ ഇങ്ങനെ പോണ വരവുണ്ട്. ഇതില് വരും. ഹലോ ഹലോ അതെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ വൈറ്റും അതിന്റെ ഉള്ളിലും അജിലാന ഇവിടെ തിരിഞ്ഞോക്ക്. അജിലാന ഇവിടെ വ്ളോഗ് ഉണ്ട്. അജിലാന ഇവിടെ തിരിഞ്ഞോക്കി. ഒന്നും മിണ്ടിയില്ലേ ദാരുണാന്ത്യം. ഡേ 1 തൊട്ട് പിടിക്കുന്നത്. പോയി ചത്തുടടാ, പോയി ചത്തുടക്കി. പൊട്ടി വീഴാൻ പറ്റുമോ? പോയി ചത്തുട. ഈ ലോകം ഒരു ക്രൂരത അല്ലേ? പൈസ ചില ജീവിതം ഇങ്ങനെ ആരറിയോ ഇവനെ കാണാൻ എന്താ കറക്റ്റ് വരുന്നത്? നമ്മളെ എല്ലാ സീൻസും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മുൻസി അല്ലേ, മറ്റേ മുൻസി എ സൈഡിലൊക്കെ ഉണ്ടാവും. മുൻസി എല്ലാ കാര്യങ്ങളും 2-3 പ്രശ്നം നടക്കുമ്പോൾ നാട്ടിൽ പ്രശ്നം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മുൻസിൻ്റെ അടുത്ത് ക്യാമറ ഇങ്ങനെ വരുത്താം. മുൻസിയെ വിശുദ്ധം വിട്. ചില ജീവിതം ചിലയിടത്ത് പുക, ചിലയിടത്ത് പൊട്ടൽ. ഇത് തന്നെ അതാണ് ചിലയിടത്ത് പൊട്ടുന്നു. ഏയ് നമ്മളെ വ്ളോഗിലുള്ള പൂച്ചാണത്. പൂച്ച സാർ, പൂച്ച സാർ, പൂച്ച സാർ. ഗൈസ് അങ്ങനെ ഫൈനൽ ലേറ്റ് നൈറ്റ് സെഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ചില ക്രൈറ്റീരിയാസ് നമ്മൾ പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, അതിലുള്ള പ്രെയറിൻ്റെ പവർ എപ്പോഴാണ് കൂടാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ കംഫർട്ട് സ്നേഹമുള്ള പ്രാർത്ഥന ഒരു കാര്യം ഞാൻ എന്താണ് കഴിഞ്ഞ ഞാൻ അതെനിക്ക് സമ്മതം പ്രശ്നം ഉണ്ടാവേണ്ട കാരണം അവർ മനസ്സിലേക്ക് കൊടുക്കാണ് എനിക്ക് ആരോ എന്തോ ചെയ്തതാണോ, നീ പഠിച്ചിട്ട് കാര്യമില്ലടാന്ന് പറയും. എന്നാൽ പിന്നെ ഞാൻ മാക്സിമം അൽമ്പുണ്ടാക്കുന്നു പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കില്ലോന്. കാരണം എനിക്ക് ഇനി റോൾ ഇട്ടാണ് എന്ത് ചെയ്യണോ, ഞാൻ അവിടെ അൽമ്പനായാലും എനിക്ക് റോളുകൾ Guys, how was the food? Good. Good? Yeah. Just good? So good. അടിപൊളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻജോയ് ചെയ്ത് കഴിക്കുക. കുറച്ചെടുത്തിട്ടേ ഉള്ളൂ, പക്ഷെ നമ്മൾ കുറച്ചെടുക്കണം. നല്ല നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ കുറച്ചെടുത്ത് കഴിക്കണം. മനസ്സിലായി? പ്രോ ടിപ്പ് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കേട്ടിരിക്കാൻ അതിൽ ഭയങ്കര എന്തൊരു കാര്യം കിട്ടുകയാണെങ്കിൽ വിശ്രമം കിട്ടുകയാണെങ്കിൽ പക്ഷെ കുറേ സംഭവം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കാലോ, ആവശ്യം വരുമ്പോൾ എടുക്കാലോ എന്ന് പറഞ്ഞിട്ട് അത് എടുത്തു നോക്കും. അപ്പം എന്തില്ല നിങ്ങൾ എന്ത് കോൺഷ്യസ്നെസ് ആണ് അതിലേക്ക് അലൈൻ ചെയ്യുന്നത്. ഇപ്പം ബി എന്ന് പറയുമ്പോൾ ബി എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങാണ്. അപ്പം ബി എന്ന് പറഞ്ഞ് നമ്മൾ
ഫാദർ ഫിഗറുകൾ, ഫാദറിനെ പോലെ നമ്മൾ പരിഗണിച്ച നമ്മൾ വെറുതെ ഹാപ്പിനെസ് തോന്നാത്ത കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആയി തുടങ്ങുന്നു. അപ്പോൾ എന്താണ് നമുക്ക് എല്ലാ സപ്പോർട്ടും എപ്പോൾ ഇവിടെ വന്നാലും ചെയ്തതെന്നാണ് ഷമീം ഖാൻ. ഇപ്പോൾ നമ്മൾ GCDP UAE സംഭവിക്കുന്നതിൽ പ്രധാനമായിട്ട് ഷമീം ഖാൻ്റെ നല്ല ഇൻസ്പിറേഷൻ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു, എന്തായാലും ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ക്രെഡിറ്റ് ഷമീം ഖാക്ക് കൂടി ഉണ്ട്. പിന്നെ ഷമീം ഖാൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഞാൻ മനസ്സിലാക്കിയുള്ളത് നമ്മളെങ്ങനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഭക്ഷണം വാങ്ങിച്ചു തരാം, ഇതൊക്കെ തന്നെ തുടങ്ങി ചാമ്പിക്കോ. ഇങ്ങനെയുണ്ട് 5 സ്റ്റാർ ആംബിയൻസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊരു ക്രൈറ്റീരിയ. നമ്മൾ 2 മണിയോടുകൂടി കൾച്ചറൽ പ്രോഗ്രാം കഴിഞ്ഞെങ്കിൽ കൂടി അത് കഴിഞ്ഞ് 3 മണി, ഒരു 3:30-4 മണി വരെ ഞാനൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ വീണ്ടും ഇവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് 3:34 ആകുമ്പം ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഞാൻ കയറി നോക്കുമ്പോൾ ബോയ്സ് മെൻറ്റേഴ്സ് എല്ലാവരും ആ ഹോള് മൊത്തം, ആ റൂം മൊത്തം കുറേ എഫോർ ഷീറ്റിങ് ഇങ്ങനെ മാറ്റി നിങ്ങളുടെ അസസ്മെൻറ്റ് ഷീറ്റാണ്. അതായത് ഇത്രയും ദിവസം നീണ്ടുന്ന 13 മെൻറ്റേഴ്സും ഓരോ ദിവസവും ഓരോ കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അസസ് ചെയ്യുന്നുണ്ട്. ആ മാർക്കുകളൊക്കെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ദിവസം 13 ഷീറ്റ് ഉണ്ടായിരുന്നു, 13 പേരുടെ ഷീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 12 ദിവസത്തെ ഷീറ്റ് വെച്ചിട്ട് ഓരോ കാറ്റഗറി വെച്ചിട്ട്, അതുകൂടാണ്ട് ജനറൽ ഷീറ്റ് വേറെ ഉണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് വളരെ ക്രിസ്പായിട്ടുള്ള അസസ്മെൻറ്റാണ് നടത്തുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ പുലർച്ചെ 4 മണി 4:30 5 മണി വരെ എന്താണ് ഇതിൻ്റെ പ്രോസസ്സിലായിരുന്നു അവിടെ ഇരുന്നത്. ഞാൻ കയറി പോണപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ ജസ്റ്റ് ഇവർ പോയി കിടന്നതാണ്. നമ്മളിവിടെ കുറച്ചുകൂടി ഇരുന്നപ്പോൾ ഒരു ബോയ്സ് എല്ലാവരും. അപ്പോൾ ഞാൻ നേരെ റൂമിൽ പോയി ഷിറിൻ്റെ ഒറ്റയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് ഇവർ കഴിക്കട്ടെ, എല്ലാം കൊടുത്ത് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് ഇവർ കഴിക്കട്ടെ എന്നിട്ട് കൊടുത്തിട്ട് ഇവരെ എന്തായാലും അത്രയും അവരെ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യാണ് പുലർച്ചെ വരെ ആക്ച്വലി ഇതിൻ്റെ അസസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട്. കാരണം ഓരോ ദിവസത്തെ കിട്ടി എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കണേ. അപ്പം അത്രക്കും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ആക്ച്വലി എന്താ പറയുക, ഇപ്പം മാർക്ക് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ 100, 600, 1200 വരെ നമ്മൾ മാർക്ക് വെക്കും. പക്ഷെ നമ്മളിവിടുത്തെ മാർക്ക് വരുന്ന 2000-ൻ്റെ മുകളിലാണ് പോയിന്റ്. ഫസ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 2000 ആകും. അപ്പോൾ എത്ര സ്കോറിങ് ഇത്രയും ആൾക്കാർ വരുത്തിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പം അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ക്രിസ്പായിട്ട്. അപ്പം ചില കാര്യങ്ങൾ ചില ആൾക്കാർ മുകളിലാണെങ്കിൽ കൂടി ഹോളിനോട് ചെല്ലുമ്പോൾ ചെറിയ അട്ടിമറിയൊക്കെ സംഭവിക്കും അങ്ങോട്ട് കൊണ്ടു, കാരണം ചെറിയ പോയിന്റുകളുടെ പേരിൽ. അപ്പം നല്ല രസകരമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഷീറ്റ് വരെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് പേഴ്സണലി എന്ത് ചെയ്യും, വളരെ ഒത്തൻറ്റിക് ആയിട്ട് ചെയ്ത് ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ മാർക്കുന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് പേഴ്സണലി എക്സൽ ആയിട്ട് അയച്ചു തരും. അപ്പോൾ എല്ലാം ഓരോ ഡേ മുതൽ എത്ര മാർക്ക് നിങ്ങൾക്ക് വന്നു കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും പറ്റും. അത്രയും സുതാര്യമായിട്ടാണ്, അത്രയും ഒത്തൻറ്റിക് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് മെൻറ്റേഴ്സ് ഇത് ഡീൽ ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഞാൻ കഴിഞ്ഞ GCDP-ലൊക്കെ നമ്മളത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ലാസ്റ്റ് GCDP-ൽ തന്നെ രാത്രി 2 മണി 3 മണി 4 മണി വരെ ലാസ്റ്റ് ഡേ അസസ്മെൻറ്റ് ഭയങ്കര വർക്കാണ്. എല്ലാവരും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ അനൗൺസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് നമ്മളിപ്പോൾ എന്താണ് ആദ്യത്തെ 3 സ്ഥാനത്തെ കാര്യം വന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഞാൻ വേണമെങ്കിൽ 2000 സ്കോർ കടന്നവർ ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം. ഓക്കെ, 2000-ലേക്ക് ആരൊക്കെ എത്തി, 2000 പോയിന്റിലേക്ക് ആരൊക്കെ കയറിയിട്ടുണ്ട് അവരെ പറഞ്ഞിട്ട് അതൊന്നും ഞാൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് ആരാണ് വന്നതെന്ന് അനൗൺസ് ചെയ്താൽ കുട്ടി പറ്റും. അങ്ങനെ ആക്കാം അല്ലേ? ടോട്ടൽ മാർക്ക് എന്നത് 2850 2850 ടോട്ടൽ സ്കോർ. അതിൽ എത്ര സ്കോർ വന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തത്. അപ്പം നമുക്ക് 7 പേരാണ് ഇതിൽ 2000 ക്രോസ് ചെയ്തവർ. ഓക്കെ, ആ 7 പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ 2000 ക്രോസ് ചെയ്തവരിൽ നമ്മുടെ ജുനൈസ് മോൻ ഉണ്ട്, സന സിദ്ദീഖ് ഉണ്ട്, ഉണ്ട്, അതുപോലെ തന്നെ മുഹമ്മദ് ഇസ്മായിൽ ഉണ്ട്, ജസ്റ്റി ബാബു ഉണ്ട്, ഡോക്ടർ ഇത്രയും ആൾക്കാർ 7 പേര് എന്ത് ചെയ്തിട്ടുണ്ട് 2000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2000 ക്രോസ് ചെയ്തതിൽ ആരാണ് ഫസ്റ്റ് എന്നുള്ളതാണ് ചെയ്യേണ്ടത് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7 ആൾക്കാർ നമുക്ക് കിട്ടിയല്ലോ.
എന്നാൽ ഈ 2000 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൽ 1978, 1915 അതിലൊക്കെ എത്തിയവരുണ്ട് കേട്ടോ. 1900 ഒക്കെ ഉണ്ട്. വളരെ നോക്കുന്നില്ല, നല്ല കോമ്പറ്റീഷൻ നടന്നിട്ടുള്ളതല്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ എന്താണ് ഫസ്റ്റും സെക്കൻഡും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 20 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ്. 20 മാർക്കാരെ 2000-ലൊക്കെ 20 മാർക്ക് വളരെ കുറവാണ്. തുച്ഛമായ മാർക്കിൻ്റെ ഡിഫറൻസ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റും സെക്കൻഡും തമ്മിൽ വന്നിട്ടുള്ളൂ. സെക്കൻഡും തേർഡും തമ്മിൽ വെറും 4 മാർക്കിൻ്റെ ഡിഫറൻസ്. വളരെ ചെറിയ ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ ഫസ്റ്റ് അങ്ങ് അനൗൺസ് ചെയ്യാം അല്ലേ? ആരാന്നുള്ളത് ഇതിൽ 2150 മാർക്ക് നേടിയിട്ട് ടെസ്റ്റിൽ 3-ാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ 2109 മാർക്ക് നേടിയിട്ട് ടെസ്റ്റിൽ 2109 മാർക്ക് നേടിയിട്ട് ജൂനിയേഴ്സ് 4-ാം സ്ഥാനത്തുണ്ട്. 2174.5 മാർക്ക് നേടിയിട്ട് അഫ്സൽ ഉസ്താദും 2154 മാർക്ക് നേടിയിട്ട് ഡോക്ടർ ഫെബി 2-ാം സ്ഥാനം. പിന്നെ ഞാൻ പറയണ്ടല്ലോ, അഫ്സൽ ഉസ്താദ് ബെസ്റ്റ് പെർഫോമറായി തെരഞ്ഞെടുക്കുന്നത് അഫ്സൽ ഹസനി 2154. ഡോക്ടർ ഫെബിയാസും 2154, അഫ്സൽ 2150, ജുനീസ് 2100. ഒരു ഗ്യാപ്പ് വരും, എനിക്കൊരു ഗ്യാപ്പ് വരും. സ്വാഭാവികമായിട്ട് ബെസ്റ്റ് പെർഫോമറൊക്കെ കിട്ടിയാല് ബെസ്റ്റ് പെർഫോമർ ചെയ്യണ ചില കാര്യങ്ങളുണ്ട്. അത് ഷാജിക്ക് തന്നെ പറഞ്ഞിട്ട്, ഷാജിക്ക് ബെസ്റ്റ് പെർഫോമർ കിട്ടിയപ്പോൾ നമുക്ക് എന്താ ചെയ്തന്നെ? തലമുറകളാൽ ചെയ്തു വരുന്ന ഇതാണ് പാരമ്പര്യം. അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് പെർഫോമർ രണ്ടാൾക്ക് സംസാരിച്ചോട്ടല്ലേ? പിന്നെ ഇത് എനിക്കറിയില്ല. അതെ, ആഗ്രഹം ഉണ്ടായിരുന്നു, ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വന്നപ്പോൾ മുതൽ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല ഞാൻ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. വീട്ടിലിങ്ങനെ ടാസ്കൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറയും, ബെസ്റ്റ് പെർഫോമൻസ് വാങ്ങണ്ടേ, ഇതൊക്കെ ചെയ്താലേ കിട്ടുള്ളൂ എന്ന് പറയും എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ചെയ്തില്ലെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്തും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ചൂസ് ചെയ്യുന്നതിനേക്കാളും എന്നെ ഇത് ചൂസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് വട്ടം ഇങ്ങനെ ഞാൻ പറയുകയും ഇതെനിക്ക് തന്നെയാണത്. ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഇപ്പം നേരത്തെ ഒരു അവാർഡൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നല്ലോ, എല്ലാവരും ഇരുന്നല്ലോ. ഞാൻ അവരടുത്ത് പറഞ്ഞു, ഞാൻ നിന്നാൽ മതിയോ, ഇരിക്കണോ, അങ്ങനെ വരെ ചോദിച്ചു. അപ്പം അത് മാത്രമല്ല, കഴിഞ്ഞ നമ്മളാ ഫ്ലെയിം ഷെയറിങ് കഴിഞ്ഞ സമയത്ത് ഇതിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ്. ഞാനങ്ങനെ അവിടെ ഒറ്റയ്ക്ക് നോക്കിയിട്ട് ഇവിടെ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതിനോട് സംസാരിച്ചിരുന്നു. അപ്പം നമ്മളൊരു കാര്യം വിശ്വസിച്ച് ശരിക്കും ഉറപ്പിച്ചിട്ട് സെറ്റ് ഇറ്റ് ഫ്രീ നോ, അതങ്ങോട്ട് പഠിച്ചോളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അറിയാതെ തന്നെ നമ്മളിലേക്ക് അത് എത്താനുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കും എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ മെൻറ്റേഴ്സിനാണെങ്കിലും ഒക്കെ
ആ ഒരു ഹൈപ്പ് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് ചിലപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയാൽ മതിയല്ലോ നമുക്കിത് കിട്ടാൻ. മനസ്സിലായില്ലേ? ചെയ്യണം എന്നില്ല, അവരുടെ മനസ്സിൽ ശരിക്കും തോന്നിയാൽ മതി. അങ്ങനെ ആയിരിക്കും പക്ഷേ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അർഹനാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. നമ്മളെ ബെസ്റ്റ് പെർഫോമർ അഫ്സൽ ഉസ്താദ് ഉണ്ട് അവിടെ. വൻ സംസാരത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, അഫ്സൽ ഉസ്താദിനോട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചോദിക്കണം എന്താണ് മൂപ്പരെ ഇതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മൾ പോവാണ് നമ്മളെ ഗ്രാൻഡ് എക്സൽസിയറിലായിരിക്കും. നമ്മൾ വീണ്ടും ഡ്രോപ്പ് ഔട്ട് പോയിന്റ് ഇവിടുന്ന് പോയി നേരെ ബസ്സിൽ കയറി ഗ്രാൻഡ് എക്സൽസിയറിലായിരിക്കും നമ്മൾ ഡ്രോപ്പ് ഔട്ട് പോയിന്റ്. അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ GCTP ഡേയ്സ്. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളെ പ്രൊഫഷണൽ ഫേസ്, അതിനുശേഷം അലൈനിങ് ഫേസ് എങ്ങനെ കാര്യങ്ങൾ പോകണമെന്നൊക്കെ നിങ്ങൾ കണ്ടു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്. അപ്പം വ്ളോഗ് ഇവിടെ തീരുന്നില്ല, ഇനിയും ഫ്യൂച്ചർ വ്ളോഗ് വരുന്നുണ്ട്. മറ്റന്നാൾ തൊട്ടിട്ട് നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ ഗാദറിങ് സ്റ്റാർട്ടാവാണ്. നമ്മുടെ എല്ലാ ട്രെയിനേഴ്സും ഇതുവരെയുള്ള 120+ ട്രെയിനേഴ്സിൻ്റെ ഗാദറിങ് ഉണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. See you. Ciao.